ഓതുന്ന സമയത്ത് ഒന്നാമത്തെ യാസീൻ ഓതുമ്പോ നീ ചെയ്യേണ്ട നീയത്ത് യാസീൻ ഓതുന്നത് എന്ത് നീയത്തിലാണോ അല്ലാഹു അത് സാധിപ്പിച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോൾ ചെയ്യേണ്ട ഒന്നാമത്തെ യാസീൻ ഓതുന്ന സമയത്ത് അവിടുന്ന് നീയത്ത് ചെയ്യണം അല്ലാഹ് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ് പടച്ചവനേ നീ എനിക്ക് ദീർഘായുസ് നൽകണേ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ അവിടുന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ദുആ ചെയ്യുമ്പോ അല്ലാഹുവേ ദീർഘായുസ് തരണേ എന്ന് മാത്രം ദുആ ചെയ്യരുത് പിന്നെ എന്ത് ദുആ ചെയ്യണമെന്നറിയുമോ ആഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസിനെ ചോദിക്കണേ ആഫിയത്തുള്ള ദീർഘായുസിനെ ചോദിക്കണേ അതുകൊണ്ട് ഒന്നാമത്തെ യാസീൻ ഓതുമ്പോ ഓതുന്നതിന് മുമ്പ് നീ ദുആ ചെയ്യണം അല്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ലാഹ് കണ്ടുകുടിക്കാനല്ല വ്യഭിചരിക്കാനല്ല സുഖിച്ച് നടക്കാനല്ല ഇബാദത്ത് ചെയ്യാൻ മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട് ഒതുവെടുത്ത് അവസാനത്തെ വഖത്ത് കളയാക്കാതെ നിന്റെ മുന്നിൽ നിസ്കരിച്ച് സുജൂദ് ചെയ്തിട്ട് മരിക്കാ നീ എനിക്ക് ഭാഗ്യം തരണേ അല്ലാഹ് ഒന്നാമത്തെ യാസീൻ ഓതുന്നതിന് മുമ്പ് ചെയ്യേണ്ട നിയ്യത്താ അങ്ങനെ യാസീൻ ഓതി അത് കഴിഞ്ഞ രണ്ടാമത്തെ യാസീൻ ഓതുമ്പോ അല്ലാഹുവേ എന്റെ റിസ്കിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ് എന്റെ ഭക്ഷണത്തിൽ നീ ബർക്കത്ത് തരണം എന്റെ ജീവിതത്തിൽ നിന്ന് പരീക്ഷണങ്ങൾ മാറ്റി തരണേ റബ്ബേ എന്റെ പ്രിയമുള്ളവരെ ഭക്ഷണം മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ കഴിക്കാൻ കഴിയണമല്ലോ എത്രയോ പേര് രോഗം പിടിച്ചിട്ട് ഭക്ഷണം കഴിക്കാത്തവരുണ്ട് താഴേക്ക് ഭക്ഷണം ഇറക്കാൻ കഴിയാത്തവരുണ്ട് എത്രയോ ആൾക്കാരുണ്ട് ഭക്ഷണം ഒരുപാടുണ്ട് പക്ഷെ കഴിക്കാൻ പറ്റൂല അല്ലാഹു കാക്കുമാറാകട്ടെ